ഇങ്ങനെ സ്ഥാനാർത്ഥി അറിയിക്കാൻ പോകുന്നു. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, ഇത് മാത്രം പറയാനുള്ളത്. എനിക്ക് നല്ല തൊണ്ടയ്ക്ക് നല്ല സുഖമില്ലാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ടൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഞാനൊന്നും പറഞ്ഞില്ല. അദ്ദേഹം വന്നു ബാത്റൂമിൽ കഴിഞ്ഞ ദിവസം അതിനുള്ള വിവരങ്ങൾ ഔദ്യോഗികമായി തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും ഒരു അഭിപ്രായം പറയാൻ താല്പര്യമില്ല. അമ്പലപ്പുഴ യൂണിയൻ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈഴവർക്ക് അല്ലെങ്കിൽ SNDPക്ക് നിർണമായ സ്ഥാനമുണ്ട്. എന്താ അതിപ്പോൾ കഴിയട്ടെ. സ്ഥാനാർത്ഥികളെല്ലാം SNDP നിലപാട് അമ്പലപ്പുഴ മാത്രമല്ല, മൊത്തമല്ലേ. ആ മൊത്തം എടുക്കുമ്പോൾ സ്ഥാനാർത്ഥികളെല്ലാം നിർണ്ണയിച്ച് വരട്ടെ. അപ്പോൾ നമുക്ക് അഭിപ്രായം പറയാം. ഇപ്പോൾ ഒരു സ്ഥലത്ത് മാത്രം കണ്ടതിലെല്ലാം അഭിപ്രായം പറയേണ്ടത് എല്ലാവർക്കും വരട്ടെ. അദ്ദേഹം പിന്തുണ തേടിയില്ലേ? അതായത് അതൊന്നും പറഞ്ഞില്ല, പിന്തുണ ഒന്നും തന്നില്ല. വൈദ്യം പറഞ്ഞു എൻ്റെ കാല് ഇപ്പം എനിക്ക് നല്ല സുഖം, ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാനിങ്ങനെ വിൽക്കാൻ പോവുകയാണ്, ഇങ്ങോട്ടൊന്നും പറയണ്ട, സുഖമില്ല എന്ന് പറഞ്ഞു. ഞാൻ ഭാര്യ മാത്രം ഞാൻ അദ്ദേഹത്തിന് ആരുടെ പിന്തുണയുണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ. അപ്പം അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കാൻ പോകുന്നത് തന്നെ അറിയുന്നു. ആരുടെയും പിന്തുണ അദ്ദേഹം തന്നാൽ സ്വീകരിക്കും, ആരുടെയും പിന്തുണയ്ക്ക് വേണ്ടി പോകല മനസ്സിലാക്കിയിരിക്കുന്നു. അതിപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയിച്ച് ആരുടെ എല്ലാം പിന്തുണ വരുന്നു എന്നുള്ളത് കണക്കാക്കിയിട്ടല്ലേ പറയുന്നത്. ആരുടെയും പിന്തുണയില്ലാതെ ഒരു ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എങ്ങനെയിരിക്കും, ആരെങ്കിലും പിന്തുണച്ചാൽ എങ്ങനെയിരിക്കും, ഇതെല്ലാം കൂടെ കണക്കാക്കണ്ടേ. കാരണം എന്തുകൊണ്ട് അവർ ജനകീയനാണ്. അദ്ദേഹത്തിന് കുറേ ജനപിന്തുണ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം. അവർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരുപാട് സ്വാധീനങ്ങൾ ഉള്ള ഒരു മാന്യ വ്യക്തിയാണ്. ഭരണത്തിൽ ഒരു സത്യസന്ധനായ ഒരു മന്ത്രിയാണെന്ന് ചരിത്രം തെളിയിച്ച് കേരളത്തെ ബുദ്ധിമുട്ടി തരുന്ന മന്ത്രിയാണ്. ഭരണത്തിൽ അദ്ദേഹം മിടുക്കനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഇതെല്ലാം കിട്ടുകയും കൊടുക്കുകയും ഭരിക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണല്ലോ. പാർട്ടി കൊടുത്തുകൊണ്ടാണ് എല്ലാം ചെയ്യാനെത്തുന്നത്. അതുകൊണ്ട് ഇതിനെപ്പറ്റി കൂടുതൽ ചെറുവിതം ചെയ്യാൻ ഇപ്പം നോക്കണ്ട. എനിക്ക് തൊണ്ടയ്ക്കും വയ്യ, കുടിച്ചിട്ടില്ല, അതെനിക്ക് പ്രതീക്ഷയില്ല. അമ്പലപ്പുഴയ്ക്ക് പുറത്തേക്ക് അതിൻ്റെ പേരിൽ പ്രകടനത്തിന് പ്രയോജനപ്പെടുന്നതെന്നാണ് എനിക്ക് അറിഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഈ ആലപ്പുഴ ജില്ലയിലുണ്ട്. CPM ബാധിക്കുമല്ലേ? അങ്ങനെയൊക്കെ ഒരു പറയുന്ന വാക്കിട്ട വാക്കാണോ? അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ഭാഷയാണ്. എൻ്റെ ഒരു ഭാഷയാണ് അത് പലർക്കും ഇഷ്ടമായിരുന്നല്ലോ. വേറുള്ളവരുടെ ഭാഷ നല്ല സൗമ്യമായി പറയുന്ന ഭാഷയാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളത് കേൾക്കണമെന്ന് വിലയിരുത്തണം. ഈ സച്ചിദാനന്ദ ഒരു അമ്പരം വിദ്യാർത്ഥി മനസ്സിലായില്ലേ? കാരണം സച്ചിദാനന്ദ ശിവന് മഠത്തിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുക്കാമോ? മാത്രമല്ല, ശിവന് മഠത്തിൻ്റെ തീരുമാനമില്ലാതെ പുള്ളിയുടെ സ്വന്തം നിലയിൽ എഴുതി കൊടുത്തതാണ് എന്ന് ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട്. ശിവന് മഠത്തിൻ്റെ ഒരു പ്രസിഡൻ്റായിട്ട് ഇരിക്കുക. അദ്ദേഹം ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. ആ കസേരയിലിരിക്കാൻ ഇന്നിപ്പോൾ ഈ സ്വാമിക്ക് യാതൊരു യോഗ്യതയില്ല. കാരണം അദ്ദേഹത്തിന് യാതൊരു യോഗ്യതയുണ്ട്. ഈ രാഷ്ട്രീയക്കാർക്ക് വാലായി ചൂലായി നടക്കുകയല്ല ശിവന് മഠത്തിയിട്ട്. ശിവന് മഠത്തിൻ്റെ ധർമ്മമുണ്ട്. ആ ധർമ്മമാണ് ചെയ്തത്. ഈ സ്വാമി ചെയ്തത് ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. അവിടുത്തെ മഠാധിപതിയൊന്നുമില്ല. മഠാധിപതിയൊക്കെ ഇപ്പോൾ ഇല്ലപ്പാ. ധർമ്മസംഘം ട്രസ്റ്റിൻ്റെ പ്രസിഡൻ്റാണ്. ആ പ്രസിഡൻ്റ് ഒരു അഭിപ്രായം പറയണമെങ്കിൽ ട്രസ്റ്റ് കൂടി തീരുമാനിക്കണം. ആ ട്രസ്റ്റിൻ്റെ തീരുമാനം ഇല്ലാതെ അദ്ദേഹം സ്വന്തം നിലയിൽ ശിവന് മഠത്തിൻ്റെ ലക്ഷത്തിൽ 18 പേരുടെ പേരെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം ആരാണപ്പോൾ ഇത് എഴുതി കൊടുക്കാൻ? ഈ സ്വാമിമാർ, ഈ അദ്ദേഹം സ്വാമിയാണ്, ആസാമിയല്ലേ? ഇദ്ദേഹത്തിന് എഴുതി കൊടുക്കാൻ എന്ത് അധികാരം? ഇദ്ദേഹം പറഞ്ഞാൽ കേരളത്തിൽ ആര് ഇദ്ദേഹം പറഞ്ഞത് കൂട്ടിക്കും? ഇദ്ദേഹം എഴുതി കൊടുക്കുന്നവർക്ക്, രാഷ്ട്രീയക്കാർക്ക് എന്ത് വില കൊടുക്കും? അവർ 18 പേരെ കൊടുത്തല്ലോ. എത്ര വരുമാനം നിങ്ങൾ നോക്കൂ.
നന്ദി.